ആ ഇതെന്താ പഠിച്ചു തീർന്നാ? ഇനി ചോദിക്കട്ടോ. Practices map representing natural features such as climate, physical map, production, manpower, ഇക്ക വന്നോ? എന്താ ഇക്ക പോയാല്? അതും ഫെയിൽഡ് ആയിടെ. അയ്യോ എന്താ ചെയ്യും? വലിയൊരു പ്രതീക്ഷയായിരുന്നു എനിക്കും. ഈ ഒരു പേപ്പർ ശരിയായി വിസ ശരിയായിരുന്നെങ്കിൽ എന്താ ചെയ്യും? നാട് മൊത്തം കടം. ആ അണ്ണാച്ചി വന്ന് കിടന്ന് വിളിച്ച്, ഞാനാണെങ്കിൽ വീട്ടിൽ കയറി ഒളിച്ചിരുന്നു. അയാൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കൊടുക്കാത്തതിന് അയാൾ എന്നെ ഒന്നും പറയാനില്ല. ഞാനൊരു പെണ്ണല്ലേ, എന്തൊക്കെ കേൾക്കണം. പിന്നെ ആ ലോൺ എടുത്തത് അവരും വിളിയോട് വിളി 2 മാസം മുടങ്ങിയെന്നും പറഞ്ഞു. ഇത് എവിടുന്ന് കൊണ്ടടയ്ക്കും? ഉള്ള പൊന്നും പൊടിയും എല്ലാം ഞാൻ വിറ്റ് തീർത്തു. ഞാനൊരു പ്രതീക്ഷയിലാണ് മെഡിക്കൽ എടുക്കാൻ പോയത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല ഷെബി. ഇപ്പൊ എന്താ ചെയ്യൂക്ക? ആ ഏജന്റിനോട് കാര്യം പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അതില്. എന്താ അത് എന്താ പറഞ്ഞു? അറബിയുടെ വീട്ടില് ജോലിക്ക് ഒരു ഹൗസ് മെയ്ഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഹൗസ് മെയ്ഡോ? അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ആ ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ഏജന്റ് പറഞ്ഞത് അതൊരു ചെറിയൊരു ഫാമിലിയാണ്, ഒരുപാട് ജോലിയൊന്നും ഇല്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ജോലിയല്ലല്ലോ പ്രശ്നം. എനിക്ക് എൻ്റെ മോനെയും ഇക്കായും വിട്ടിട്ട് പോവാൻ എനിക്ക് പറ്റത്തില്ലക്ക. അത് മാത്രമോ, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. മോന്റെ കാര്യത്തെ കുറിച്ച് നീ വിഷമിക്കണ്ട. ആര് നോക്കും? ഒരു ഉമ്മ വളർത്തേണ്ട അവസ്ഥയില് എങ്ങനെയാ മോനെ? നമ്മളുടെ കടം തീരുന്നത് ഒരു 2 വർഷം. എനിക്കറിഞ്ഞുകൊടുക്ക, എനിക്കൊന്നും ചിന്തിക്കാനും പറ്റുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? കടമല്ലേ. ഇക്ക അയാളോട് എന്താ പറഞ്ഞു? ആളോട് ഞാൻ ഉറപ്പായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 6 മാസം ഞാൻ ജോലിക്ക് പോയിരുന്നപ്പോഴല്ലേ ഇത്രയും കടം കയറിയത്. സുഖമില്ലാതായപ്പോഴും പറ്റിയതല്ലേ. പക്ഷെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മെഡിക്കൽ എടുക്കാനും പോയത്. ഞാനൊന്ന് ആലോചിക്കട്ടിക്ക, എന്നിട്ട് പറയാം. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് പോകുന്നതിനോടാണ്. 2 വർഷമെങ്കിലും അവന് ഉമ്മ ഇല്ലാതെ അവൻ എങ്ങനെയാണ്? മോനെ ഓർത്ത് ശിവി വിഷമിക്കണ്ട, അത് ഞാൻ മോനെ നോക്കിക്കോളാം. മോനെ ബാമനെ, മോനെ മോനെ ഉമ്മ ഒരു 2 വർഷത്തേക്ക് ഗൾഫിൽ പോയി നമ്മളുടെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി ഒന്ന് ജോലി ചെയ്ത് തന്നാലോ? കണ്ടോ, എന്നെ വിട്ടുമാറാത്ത കുഞ്ഞ. ഞാൻ എന്തോ മക്കളെ, ഉമ്മയും ബാപ്പിയും പറയുന്നത് അനുസരിക്കണം. മോനെ ബാപ്പി നോക്കിക്കോളും. മോനെ ഉമ്മ പറയുന്ന കേക്കണം. പറ്റൂല, ഉമ്മ ഇല്ല. ഉമ്മയ്ക്ക് ബാപ്പി വളർത്തും മക്കളെ. കുറച്ച് നാള് ബാപ്പി എൻ്റെ മോനിക്ക് ഉമ്മ മുട്ടായൊക്കെ വാങ്ങിത്തരും. മോൻ അങ്ങനൊന്നും പറയില്ല. ബാപ്പി ചോറ് വാങ്ങി തരും. പറഞ്ഞ് സമ്മതിപ്പിക്കാം. ബാമനെ ഞാൻ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളേക്കാം. അവൻ കുഞ്ഞല്ലേ, അവൻ അതൊക്കെ ഇപ്പം മനസ്സിലാക്കാറായില്ല. ഞാൻ പറഞ്ഞോളൂ. ഇക്ക അയാളെ വിളിച്ചിട്ട് പറ. ഞാൻ ഏജന്റിനോടൊന്ന് വിളിച്ച് പറയട്ടെ. എന്താ ചെയ്യും? പറഞ്ഞു. ശിവി, എല്ലാ
അതിനകത്ത് വെച്ചിട്ടുണ്ടേ. ഉമ്മി പോണ്ട ഉമ്മി. പാസ്പോർട്ടൊക്കെ എടുത്തേ. ഉമ്മി എന്റെ പാസ്പോർട്ട് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടാ? ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ എല്ലാം ഇതിനകത്ത് ലഗേജിൽ ഇട്ടാ മതിയേ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ അടുത്ത് ഏജന്റ് പറഞ്ഞതേ ഉമ്മി പോണ്ട. ആ പോകുന്ന വീട്ടിലൊരു മലയാളി വേറെ ഉണ്ടെന്ന് പറഞ്ഞ ജോലി കേട്ടാ. ഒരു ഹൗസ് മേഡ് അവിടെ ഉണ്ട്. അപ്പൊ നിനക്ക് അവിടെ ഒരു കൂട്ടാവും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ. ഉമ്മി പോണ്ട ഉമ്മി. ഉമ്മി ഇവിടെ നില്ല. ഇത് കേട്ടോണ്ട് ഉമ്മയ്ക്ക് പോവാൻ പറ്റത്തില്ല. പോണ്ട. നമ്മളെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ അമ്മ വരും. ഉമ്മി വേഗം വരും മോനെ പോയിട്ട്. വാപ്പി പറയുന്ന എല്ലാം അനുസരിക്കണേ. വാപ്പി ഉമ്മനെ നോക്കിക്കളാം കേട്ടാ. ഉമ്മിയെ വിഷമിപ്പിക്കണ്ട കേട്ടാ മോനെ. എന്റെ കുഞ്ഞിനെ നോക്കിക്കോളെ. ഞാൻ നോക്കിക്കോളെ. എല്ലാം ഉണ്ട്. ഞാൻ ഇല്ലാത്ത എന്റെ കുറവ് അവനെ അറിയിക്കരുത്. ഇല്ലല്ല. മോനെ ആഹാരം കഴിച്ചെങ്കിൽ പോയി കിടന്ന് ഉറങ്ങേ. ശിബി പോയിട്ട് 1 മാസത്തിന് മേലെ ആയല്ലേ. അവൾക്ക് ശമ്പളം കിട്ടി കാണുമല്ലോ. ശമ്പളം കിട്ടിയപ്പോ എന്നെ മറന്നു. അവള് വിളിക്കുന്നില്ല. ഇനിയിപ്പോ നാളെയും മറ്റന്നാളായിട്ടൊക്കെ പലിശയ്ക്കും റോണും എടുത്ത ആൾക്കാരെല്ലാം വരും. അവള് വിളിക്കുന്നതല്ല. ഇപ്പൊ നാളെ വരുന്നവരുടെ എന്ത് പറയും ഞാൻ. ഷിബിയാ വിളിക്കുന്നത്. ഹലോ ഹലോ ഷിബി. ഹലോ ഇക്ക, എനിക്കിവിടെ പറ്റുന്നില്ലക്ക. ഇക്ക ഞാൻ പറയുന്നതെന്ന് കേക്കക്ക. ഇവിടെ പറ്റത്തില്ലക്ക. ഒരുപാട് ജോലി ഉണ്ടക്ക. അയാള് പറഞ്ഞ കണക്കൊന്നുമല്ല. ഇവിടെ ഒരുപാട് പേരുണ്ട്. എല്ലാരെയും കാര്യങ്ങൾ നോക്കണം. വീടെല്ലാം അടിച്ച് വൃത്തിയാക്കണം. വീട്ടു ജോലി എനിക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടത്തില്ലക്ക. ഫോൺ ചെയ്യാൻ പോലും പറ്റത്തില്ലക്ക. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണമക്ക. ഇവിടെ വേറെ ആരുമില്ലക്ക. ഞാൻ മാത്രമേ ഉള്ളൂ ജോലിക്ക്. എന്നെ കൊണ്ട് പറ്റുന്നില്ലക്ക. നീ എന്തിനാ കരയുന്നത്? ആ ജോലിയല്ല, ജോലി ചെയ്യുമ്പം അതിന് കരയൊന്നും വേണ്ട. നമ്മളെ കടം തീരണ്ടേ. ഞാൻ പറയുന്നത് കേക്ക. ശമ്പളം കിട്ടിയാ? ശമ്പളം കിട്ടിയേക്ക. ഞാൻ അയച്ചു തരാം. നീ ആ പൈസ എല്ലാം നാളെ തന്നെ അയക്കണേ. ശരി എന്നാ ഓക്കെ. ഇക്ക ഞാൻ പറയുന്ന കേക്ക. ഇക്ക ഒന്നും കേക്കല്ലേ. ഞാൻ പറയുന്ന കേക്ക. يلا روح شغل. വെറുതെ അങ്ങോട്ട് പോയി കയറി ജോലി ചെയ്തറിഞ്ഞ ജോലി ചെയ്യാൻ വയ്യെന്ന്. വെറുതെ വീട്ടിലിരുന്ന് സൂഹിച്ചു പോയി ജോലി കേട്ട്. يلا يلا اسرع. يلا يلا بسرعة. هنا كله نظف، بعدين غرفة ثانية نظف.
ഹലോ. ഹലോ, നീ എന്താണ് ഈ ഫോൺ അടിച്ചിട്ട് വിളിച്ചിട്ട് എടുക്കായിരുന്നത്? ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു. അത് ഞാൻ ഇന്നലെ 2 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ട് വീട്ടിൽ ആളുണ്ടാ? എടി അവള് ഇപ്പൊ പൈസ ഇല്ല. അയച്ചു തന്നു. നിനക്ക് പൈസയുടെ ആവശ്യം വല്ലതും ഉണ്ടാ? ആണോ? വൈഫ് പൈസയൊക്കെ അയച്ച് കോൾ അടിച്ച്. എനിക്ക് ചെലവ് ചെയ്താൽ മതി. ആ, അത് ചെലവ് ചെയ്യാം. പിന്നെ നീ നാളെ ഉം, ഞാൻ പറയുന്ന കാലത്ത് വരുമോ? വരാം. വീട്ടിൽ മോൻ കാണില്ലല്ലോ, സ്കൂളിൽ പോയില്ലേ? ഞാൻ ഇല്ല. അങ്ങോട്ട് വരാം. ആ, മോനെ കാലത്തെ സ്കൂളിലങ്ങ് പോകും. നീ ഇങ്ങോട്ട് വരുമോ? ഉം, അപ്പോഴേ നീ ഇങ്ങോട്ട് വരുമോ? ഉം, ഏ, ഉം. പൊളിച്ച്. ഉം. എന്തൊക്കെയാ വിശേഷം? കാര്യം പറ, കേക്കട്ടെ. നാളെ കാണുമ്പോ പറയാം. ആ, എങ്കിൽ ഗുഡ് നൈറ്റ്. അല്ല നില്ല വെക്കല്ല. നാളെ എപ്പോഴും വരും? ഞാൻ വരാം. മോന് സ്കൂളിൽ വിട്. എത്ര? മോൻ 8 മണിക്ക് സ്കൂളിൽ പോകും. നീ എത്ര മണിക്ക് വരും? ഞാൻ വരാന്ന്. ഞാൻ ആ സമയത്ത് അങ്ങ് എത്താം. എനിക്ക് ഇവിടെ ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരാം. ആ, ശരി എന്നാ. എവിടെയും പോവരുതേ. ഇല്ലല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി എന്നാ. വൈഫ് വിളിക്കൂലേ? ഇല്ല, വൈഫ് എപ്പോഴും അവക്ക് എപ്പോഴും വിളിക്കാനൊന്നും അവിടെ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആണോ? ആ, എനിക്കൊരു ചുരിദാർ വാങ്ങി വെച്ചേരെ, ഞാൻ വരാം. ഞാൻ കൊണ്ടുപോയി എടുത്തു തരാം. നിനക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ എടുത്തുതരാൻ കൊണ്ടുപോയി. ശരി. മതിയോ? ശരി എന്നാ. ശരി, വെക്കട്ടെ. ഓക്കെ.